ജില്ലയിൽ 1000-ഓളം ഹൗസ് ബോട്ടുകളാണ് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നത്. എന്നാൽ ആവശ്യമുള്ളത്ര മലിനീകരണ നിയന്ത്രണ സംവിധാനം ജില്ലയിൽ എങ്ങുമില്ല. ശുചിമുറി മാലിന്യം സംസ്കരിക്കാൻ തന്നെ വേണ്ടത്ര സംവിധാനം ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിലാണ് പാത്രം കഴുകുന്ന വെള്ളം ഉൾപ്പെടെ ശേഖരിച്ച് ശുദ്ധീകരിക്കണമെന്ന് കോടതി ഉത്തരവിറക്കിയത്. ഇതോടെ ആശങ്കയിലായിരിക്കുകയാണ് ഹൗസ് ബോട്ട് മേഖല. നിലവിൽ ഹൗസ് ബോട്ടുകളിലെ ശുചിമുറി മാലിന്യം ലോറികളിൽ ശേഖരിച്ച് എറണാകുളം ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിൽ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷന്റെയും DTPCയുടെയും നേതൃത്വത്തിലാണ് മാലിന്യം കൊച്ചിയിലേക്ക് എത്തിക്കുന്നത്. ഇതിന് നിശ്ചിത തുക എല്ലാവരും നൽകണം. കുട്ടനാട്ടിൽ 6 ബ്ലോക്കിൽ മുൻപ് ഇതിന് സൗകര്യമുണ്ടായിരുന്നെങ്കിലും പ്രളയത്തിൽ ഈ പ്ലാന്റ് നശിച്ചു. പിന്നീട് ഇതുവരെയും പ്രവർത്തിച്ചിട്ടില്ല. ഇതിനിടെയാണ് വാഷ് ബേസിനിൽ നിന്നും അടുക്കളയിൽ നിന്നുമുള്ള വെള്ളം ഉൾപ്പെടെ ശുദ്ധീകരിക്കണമെന്ന നിർദ്ദേശം എത്തിയത്. നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാൻ തയ്യാറാണ് എങ്കിലും അതിന് കുറച്ച് സമയം കൂടി വേണമെന്നാണ് ഉടമകളുടെ ആവശ്യം. പുതിയ നിയമങ്ങൾ വരുമ്പോൾ, ടെക്നോളജി വരുമ്പോഴത്തേക്ക് ഇപ്പോൾ സർക്കാർ പറയുന്നത് വെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്യുന്ന വെള്ളങ്ങൾ അത് ഫിൽറ്റർ ചെയ്ത് തന്നെ പോകണമെന്നുള്ള, അത് പുതിയതായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള കാലതാമസം നമുക്ക് തരണം. നമ്മളതെല്ലാം പാലിക്കാനായിട്ട് നമ്മളത് തയ്യാറാണ്. പക്ഷെ നമുക്ക് അതിനുള്ള സാവകാശം തന്നെങ്കിൽ മാത്രമേ ആ നിയമങ്ങൾ നടപ്പിലാക്കാവുള്ളൂ. അതിന് ഇത്ര മാസങ്ങൾ നമുക്ക് തരണം. അല്ലെങ്കിൽ ഇത്ര ഒരു ഡേറ്റ് തന്നിട്ട് ഇന്ന ഡേറ്റിനുള്ളിൽ നിങ്ങളത് നടപ്പിലാക്കിയിട്ട് ബോട്ട് ഓടിക്കാവുള്ളൂ പറഞ്ഞ് അത് ഞങ്ങളത് തയ്യാറാണ്. ഓരോ യാത്രയിലും 500 മുതൽ 1000 ലിറ്റർ വെള്ളം വരെ യാത്രക്കാർ ഉപയോഗിക്കും. ഇത്രയും സംഭരിച്ച് സംസ്കരിക്കുക പ്രായോഗികമല്ല. സർക്കാർ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും ഇതിന് കാരണമാണ്. കേരള ഹൗസ് ബോട്ട് ഓണേഴ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ പുതിയ പ്ലാന്റ് C ബ്ലോക്കിൽ സജ്ജമാക്കുന്നുമുണ്ട്. മീഡിയ 1 ആലപ്പുഴ.